السلام عليكم ورحمة الله وبركاته. بسم الله عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമുള്ള പ്രഭാതവും സംതൃപ്തിയുള്ള പ്രദോഷവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആപത്ത്, മുസീബത്തുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മാറാവ്യാധികൾ, മറ്റു വിഷമങ്ങൾ, സർവ്വ ദുഃഖങ്ങളെ തൊട്ടും അല്ലാഹു നമുക്ക് രക്ഷയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ സന്തോഷമുള്ള ഒരു ജീവിത സംസ്കാരമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരലോകത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പെടുത്തി ഭൗതിക ജീവിതത്തിലെ സുഖ സന്തോഷങ്ങളെ നിരാകരിക്കാൻ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും നമ്മോട് കൽപ്പിക്കുന്നില്ല. ഭൗതിക ലോകത്ത് സന്തോഷപൂർവ്വം ജീവിച്ച് ജീവിതത്തിലെ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച് മരണസമയത്തും പരലോകം ഭാസുരമാക്കാൻ വേണ്ടിയുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും നമ്മിലേക്ക് കടന്നു വരുന്നത്. നാം ഓരോരുത്തരും കച്ചവടക്കാർ കച്ചവടത്തിന് പോകുന്നു, കൃഷിക്കാർ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു, തൊഴിലുകാർ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഓരോരുത്തരും ഓരോ ദിവസവും അവരുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ആ വിഷയങ്ങളൊക്കെ സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലുമാകുവാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നമ്മോട് വെക്കുന്നത്. മുസ്ലിമീങ്ങളായ നാം പ്രഭാതത്തിന് മുമ്പ് അഥവാ സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സുബ്ഹ് നിസ്കാരം ജമാഅത്തായോ അല്ലെങ്കിൽ ഒറ്റക്കോ നിർവഹിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എന്നാൽ നിസ്കാരത്തിലെ അവസാനത്തെ അത്തഹിയാത്തിൽ നാം ഇരിക്കുന്നു അതേ രൂപത്തിൽ ഇരുന്നു കൊണ്ട് കാലുകൾ വിടർത്താതെ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കാതെ മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടാതെ 10 പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടി ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. لا إله إلا الله وحده لا شريك له يحيي ويميت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. സുബ്ഹി നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ദിക്ർ, ആ ദിക്റിലുള്ള പ്രത്യേകത ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിയദിഹിൽ ഖൈറു എന്ന വാക്ക് തന്നെ നമ്മളത് പ്രഭാതത്തിലാണ് ചൊല്ലേണ്ടത് എന്നതിലേക്ക് ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി നാം നമ്മുടെ ജീവിത സന്ധാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഏത് വിഷയമാണെങ്കിലും, കച്ചവടമോ തൊഴിലോ കൃഷിയോ മറ്റെന്തുമാണെങ്കിലും, ആ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ പുരോഗതിയും സുരക്ഷയും സംതൃപ്തിയും ഉണ്ടാകുമെന്നതിലേക്കുള്ള സൂചനയാണ് ഈ ദിക്ർ. നമ്മൾ ഓരോരുത്തരും ഈ വിഷയം ശ്രദ്ധിക്കാതെ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുകയോ മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് ഈ വിഷയം കൃത്യമായി ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നമ്മുടെ തിരക്ക് ഈ വിഷയം ഒഴിവാക്കാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ആളുകൾ എന്ന് സലാം വീട്ടി കഴിഞ്ഞ് കാലുകൾ പരത്തുന്നതിന് മുമ്പ്, അങ്ങുമിങ്ങും തിരിയുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് ഈ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദീനിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും പുലർത്തുന്നതിന്റെ തോതനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സിമ്പിളാവാറുണ്ട്. അഥവാ നല്ല ദീനി കുടുംബമാണ്, നല്ല ദീനി വ്യക്തിത്വമാണ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ പറ്റിയും പരിചയപ്പെടുത്താറുണ്ട്.
സത്യത്തിൽ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇസ്ലാമിക മാനദണ്ഡം അളക്കാൻ പര്യാപ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുബഹി സമയത്ത് ആ വീട്ടിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരു വീട്ടിലുള്ള ആളുകളൊക്കെ സുബഹിന്റെ അവ്വൽ വക്തിൽ എഴുന്നേൽക്കുകയും ജമാഅത്തായി നിസ്കരിക്കുകയും നിസ്കാരത്തിന് ശേഷം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട വിറുതുകൾ, ഔറാദുകൾ, അൻലാലുഹു വിറുദുൻ ഫഹുവ ഖിറുദുൻ എന്നാണല്ലോ. അതായത് പതിവായി ആചരിക്കുന്ന വിറുതുകളില്ലാത്ത ആള് കുരങ്ങന്മാരെ പോലെയാണ് തത്വം. അപ്പോ പതിവായി ചെല്ലുന്ന ഈ വിറുതുകളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആൻ ഏറ്റവും ചുരുങ്ങിയ ഭാഗങ്ങളിൽ പാരായണം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഒരു കുടുംബത്തിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതുള്ള വീടാണ് ഇസ്ലാമിന്റെ അടിത്തറയുള്ള വീട്, ബറക്കത്തുള്ള വീട്, ഐശ്വര്യമുള്ള വീട്. നമ്മൾ ബറക്കത്ത് ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം വെക്കുമ്പോൾ വീട്ടിൽ അരി മേടിക്കാൻ മാർഗമുണ്ടാവുക, ആവശ്യത്തിന് പണമുണ്ടാവുക എന്നതാണ് ബറക്കത്ത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അങ്ങനെ ധരിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കിടയിൽ സർവ്വസാധാരണ കണ്ടുവരുന്ന രണ്ട് ജീവികളാണല്ലോ ആടുകളും അതുപോലെ തന്നെ പട്ടികളും. ആടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാരായ ആളുകളൊക്കെ അവരുടെ കുട്ടിക്കാലങ്ങളിൽ ആടിനെ മേയ്ക്കുകയും ആടുമായി ബന്ധപ്പെടുകയും ചെയ്തു. വലിയ രഹസ്യമുള്ള സംഗതിയാണ്. ആട് പ്രസവിക്കുമ്പോ കൂടിയാൽ 4, 3, 2 കുട്ടികളൊക്കെയാണ് സർവ്വസാധാരണ ഉണ്ടാവാറുള്ളത്. അപൂർവം വീടുകളിലാണ് ആടുകളെ വളർത്തുന്നത്. എന്നാൽ തന്നെയും ആടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊരു ആടിനെ വേണമെങ്കിൽ ആടിനെ കിട്ടാനില്ല എന്ന പരാതിയോടുകൂടി ആ സംരംഭം മാറും ഉപേക്ഷിക്കാറില്ല. എവിടെ നോക്കിയാലും ആടിന് ലഭ്യമാണ്. അതേസമയത്ത് ആടുകൾ പ്രസവിക്കപ്പെടുന്നത് വളരെ കുറച്ചാണ്. ആടിന്റെ പ്രത്യേകമായ സ്വഭാവമാണ് അത് നേരത്തെ ഉറങ്ങുകയും സുബഹിക്ക് മുമ്പ് കൂട്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതങ്ങനെ അയവിറക്കുകയും ചെയ്യും. ആ പ്രഭാത സമയത്തിന്റെ പ്രത്യേകതയും ആ സമയത്ത് ഉണർന്നിരിക്കേണ്ട ആവശ്യതയും മനസ്സിലാക്കിയ ഒരു ജീവിയാണ് ആട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആടിൽ വലിയ ബറക്കത്ത് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് പട്ടി. പട്ടികള് നായശല്യം പല ഭാഗത്തുണ്ടെങ്കിലും അവയുടെ വർധനമനുസരിച്ചുള്ള ഒരു വിഭാവനം എവിടെയുമില്ല. കാരണം ഓരോ പ്രസവത്തിലും 10ഉം 15ഉം അതിൽ 10ൽ കുറയാത്ത വിധം ഓരോ ഭാഗത്തും പട്ടികൾ പ്രസവിക്കാം. ഈ പട്ടികൾ പ്രസവിച്ച് അങ്ങനെ അത് ചിലപ്പോൾ സ്വാഭാവികമായും അപ്പം തന്നെ ചത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും എറിഞ്ഞു കൊന്ന്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കുട്ടികൾ ബാക്കിയായി വരുന്നത് വളരെ കുറച്ചാണ്. അവരുടെ പ്രസവത്തിന്റെ വർധനവിനനുസരിച്ചുകൊണ്ടുള്ള ഒരു അംഗസംഖ്യാ പുരോഗതി പട്ടികൾക്ക് ഇവിടെ ഇല്ല. കാരണം എന്താ? ഈ പട്ടിയിൽ അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടില്ല. പട്ടികള് പാതിരാ സമയം വരെ ഓടിപ്പാഞ്ഞ് എല്ലാ ഭാഗത്തും ചെന്നെത്തി കുറച്ച് ശബ്ദം വെച്ച് ആകെ ബഹളം വെച്ച് സുബഹി ആവാൻ അടുത്ത് കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് വല്ല വെണ്ണൂറും കുഴിയിലോ വടക്ക് ഭാഗത്തോ അടുപ്പിന്റെ അവിടെ അല്ലെങ്കിൽ പുറത്തെവിടെയിലൊക്കെ വന്നിട്ട് അതങ്ങനെ കയ്യും കാലും നിർത്തി ഒറ്റ ഉറക്കാം. പിന്നീട് ആ പട്ടികൾ എഴുന്നേൽക്കുന്നത് ഏറെക്കുറെ സുബഹി ഖളായതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ പ്രഭാത സമയത്ത് ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാത്ത ഈ ജീവജാലങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭൗതിക ലോകത്തെ പുരോഗതിയും ഉഖ്റവിയായ ലോകത്തെ വിജയവും ആഗ്രഹിക്കുന്ന ആളുകൾ പ്രഭാത സമയത്ത് ഉണർന്നിരിക്കണം. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അദ്കാറിൽ പറഞ്ഞു, ലാ യനാമു ബഅദ സുബ്ഹി ഇല്ലൽ ഖുദലാ, ഭാഗ്യദോഷികളല്ലാതെ ഹതഭാഗ്യരല്ലാതെ സുബഹി നിസ്കാരത്തിന്റെയും അതിന്റെ ശേഷവുമുള്ള സമയത്ത് ഉറങ്ങുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു കുടുംബത്തിന്റെ ഇസ്ലാമികമായ ഐശ്വര്യം അളക്കാൻ ഏറ്റവും പര്യാപ്തമായ മാനദണ്ഡമാണ് സുബഹിക്ക് എഴുന്നേൽക്കുക എന്നതും സുബഹി നിസ്കാര ശേഷം പതിവായ വിറുതുകൾ ചെല്ലുക എന്നുള്ളതും ആ സുബഹിയുടെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രഭാത സൂര്യന്റെ ഉദയസൂര്യന്റെ കിരണങ്ങളും ഊർജങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആയുസ്സിലും നമ്മുടെ ജീവിതത്തിലും ആരോഗ്യത്തിലുമൊക്കെ ബറക്കത്തുണ്ടാവാനുള്ള സംരംഭമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്യാദി വിഷയങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ ഊർന്നിറങ്ങുകയും
അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും കുടുംബ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്താനുമുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ ബറക്കത്തുകളും യഥാവിധി നമ്മിലേക്ക് വന്നു ചേരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രത്യേകമായ ഐശ്വര്യങ്ങളും ബറക്കത്തുകളും നൽകി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ